ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2. മൈ ജി മഹാ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി ഇപ്പോൾ കേരളത്തിലുടനീളം. നിങ്ങളുടെ നിയറസ്റ്റ് മൈ ജി ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യും. അടുത്തതായി ഇവിടുത്തെ ഒരുപാട് നടീനടന്മാരെ ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ച ഒരു സംവിധായകയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അഞ്ജലി. അഞ്ജലി എവിടെ സ്ഥലം? കോട്ടയം. ഓർത്തിട്ടൊക്കെയാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയുണ്ട് കോളേജ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. തൊണ്ടയ്ക്ക് വിഷയമുണ്ടല്ലേ? തൊണ്ട പഴുത്തിരിക്കുകയാണ്. എന്നാലും പറയും. ആക്ഷൻ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിച്ച് നടിമാരുടെ തള്ളമാരെയും എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? അല്ലെങ്കിലും നിനക്ക് എന്നെ നോവിക്കാനല്ലേ നേരം. ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിച്ച് നടിമാരുടെ തള്ളമാരെയും നാടകം തുടങ്ങി 3-ാം ദിവസം റിഹേഴ്സൽ തുടങ്ങിയിട്ടും സംവിധായകൻ എത്താതെ വന്നപ്പോൾ റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എത്താതെ വന്നപ്പോൾ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ട് സാറേ എന്ന് വിളിച്ചോണ്ട് വന്നപ്പോ ഒരക്ഷരം മാറ്റിയാണ് നീ എന്നെ വിളിച്ചത്. അത്രയും ഓർമ്മയുണ്ട്. വിളിച്ചിരുന്നത് പണ്ട് കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് അല്ല, അതുവരെ ഒരക്ഷരം മാറ്റിയാണ് നീ എന്നെ വിളിച്ചത്. നല്ലൊരു കൈ കൊടുക്കുക അഞ്ജലിക്ക്. എന്തായാലും അടുത്ത നടനിലേക്ക് നമ്മൾ പോവുകയാണ്. പൊതു താല്പര്യാർത്ഥം എല്ലാവരും പറഞ്ഞൊരു പേരുണ്ട്, അക്ഷയ്. കാര്യം അക്ഷയ് അക്ഷയ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്നവരാണ് ഏറ്റവും സന്തോഷം അല്ലേ? ഒരാൾ അപകടത്തിലേക്ക് തള്ളിവിടുമ്പോൾ. അക്ഷയുടെ സ്ഥലം എവിടെ? പുതുപ്പള്ളി. എന്തവനെ? പുതുപ്പള്ളി അല്ലേ? പുൽപ്പള്ളി എന്നാണ് ഞാൻ കേട്ടത്. പുതുപ്പള്ളി കറക്റ്റാ. പോവാ നേരടയിലേക്ക്. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? അത് തന്നെ, ഷേക്സ്പിയർ നാടകങ്ങളിൽ അനുസരിച്ച് പ്രകടനം കാഴ്ചവെക്കാന്നോ? കാഴ്ചവെച്ചടോ, നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലാങ്കി അണിഞ്ഞ സംവിധാനം എത്തായപ്പോഴത്തേനും ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസരിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാന്നോ? കാഴ്ചവെച്ചടോ, നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലാങ്കി അണിഞ്ഞ സംവിധാനം എത്താതെ വന്നപ്പോഴത്തേനും അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാർ എന്നെ പിന്നെ വിളിച്ചത് ഒരക്ഷരം മാറ്റിയ. അറിയാവോ? ഇനി അളിയനോട് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. സൂപ്പർ കേട്ടോ, ചെന്നോ. അടുത്തതായി വളരെ ക്ഷമയോടെ തൻ്റെ ഊഴം കാത്തുന്ന മറ്റൊരു നടനുണ്ട്, നന്ദു. എൻ്റെ തൊട്ട് പുറകിൽ വളരെ നോർമലായിട്ട് നിന്ന് നന്ദുവിനെ സ്വാഗതം ചെയ്യുക കൈയടിച്ചുകൊണ്ട്. അതായത് മറ്റേ ഗ്രാജുവേഷൻ ഡേയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന പോലെയാണ് വരുന്നത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അതൊക്കെ ഇപ്പോൾ മാറും. എവിടെയാണ് സ്ഥലം? എവിടെ? ചങ്ങനാശ്ശേരി. എന്താ പറയുക? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാരനാണ് കേട്ടോ. ഒരുപാട് അഭിനയിച്ച് പരിചയമുള്ള ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ കണ്ണാടിയുടെ ഫ്രണ്ട് അഭിനയിക്കൂലേ? വല്ലപ്പോഴും. ആക്ഷൻ. എന്തായാലും നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്നല്ലേ? വെച്ചടോ, നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും ദിവസമായപ്പോൾ ഓർമ്മ പോയി. ഇല്ല, ഓർമ്മയുണ്ട്. മേലങ്കി അണിഞ്ഞ് റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ വരാതിരുന്നപ്പോൾ എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. വെച്ചടോ, നീയല്ല. അല്ല, ഞാൻ വിചാരിച്ച അന്നേരം സ്റ്റാൻഡേർഡീസ് ആവണമെന്ന്. വെച്ചടോ, നീയല്ല, നടികളുടെ തള്ളമാര്. അത് എനിക്കിട്ടാണ് വെച്ചോണ്ടിരിക്കുന്നത്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ സംവിധായകൻ വരാതിരുന്നപ്പോൾ അവരുടെ തള്ളന്മാർ എന്നെ ഒരക്ഷരം സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ തള്ളന്മാർ എന്നെ ഒരക്ഷരം മാറ്റിയാണ് വിളിച്ചത്. അറിയാവോ? 5-ാം ക്ലാസ് വരെ മണ്ടത്തരം പഠിച്ചിട്ട് വന്ന് നിൽക്കുക. കൊള്ളാം. അടുത്തതായി പൊതു താല്പര്യാർത്ഥം മറ്റൊരു നടൻ, അപ്പു. എവിടെയാണ് അപ്പുവിൻ്റെ സ്ഥലം? പാല. കോട്ടയം പാല സ്വദേശിയാണ്. ഭയങ്കര സ്പീഡാണ് അളിയന്. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല അളിയൻ പറയുന്നത്. എവിടെ സ്ഥലം? പോവാ.
ആക്ഷൻ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞിരുന്നത് അതാദ്യം ഞാൻ ഓർക്കട്ടെ, എന്നിട്ട് ബാക്കി. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞിരുന്നത്? ഷേക്സ്പിയറിനെ അനുസരിക്കുന്ന പ്രകടനം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെ അനുസരിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. നീയല്ല, നടികളുടെ തള്ളമാർ. സ്പന്ദമാരെന്നാ പറയാൻ പോയത്. അഭിനന്ദ. 4-ാം ദിവസവും റിഹേഴ്സൽ കഴിഞ്ഞ് മേലങ്കി അണിഞ്ഞ് എല്ലാത്തിനും ഒരു ബോസാ. 4-ാം ദിവസവും റിഹേഴ്സൽ കഴിഞ്ഞ് മേലങ്കി അണിഞ്ഞ് 4-ാമത്തെ പറ. മേലങ്കി അണിഞ്ഞ് പിന്നെ എന്നാ സംഭവിച്ചവിടെ? സംവിധായകൻ എത്താതിരുന്നപ്പോൾ സംവിധായകൻ എത്താതിരുന്നപ്പോൾ അതുവരെ എന്നെ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നടിമാർ തള്ളമാർ അതിനുശേഷം ഒരക്ഷരം മാറ്റിയാണ് എന്നെ വിളിച്ചിരുന്നത്. അറിയാമോ? നിങ്ങൾ വൃത്തിയായിട്ടവരാണല്ലോ അവര്. ഒരു വൃത്തിയായിട്ട അല്ലെങ്കിൽ വിഷമം പറയാൻ ഇവിടെ വന്നു, അഭിനയിക്കാനല്ല. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു കൈ കൊടുക്കാം. എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് ആവാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.